അതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്, അതിന്റെ ഒരു പ്രഖ്യാപനമാണ്. അതല്ലാതെ നിങ്ങൾ ഈ ഫുൾ ഓഫ് മാഡ്നസ്, നോ ലോജിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ പോയിട്ട് ഇതിലൊരു കഥയില്ല എന്ത് പഴയ കഥ എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട. അതല്ല സിനിമ, അതല്ല. ദിലീപ് ഇതിലൂടെ പ്രഖ്യാപിക്കുന്ന ഇതൊക്കെയാണ്, തീർന്നിട്ടില്ല. ഇനിയുമുണ്ട് ദിലീപ് ഈ സിനിമയിലൂടെ പ്രഖ്യാപിക്കുന്ന കുറെ കാര്യങ്ങൾ. ദിലീപ് ഇതില് ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ കുറെ കാലം കിടന്നു എന്നൊക്കെയാണ് സിനിമയിൽ പറയുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ അതാണ് വട്ടനാണ് ദിലീപിനെ വട്ടു പിടിപ്പിച്ചിരുന്നു. 8-9 വർഷം യഥാർത്ഥത്തിൽ ദിലീപ് ഒരു മെന്റൽ അസൈലത്തിൽ കിടക്കുന്ന പോലെയാണ്, ഒരു മാനസിക രോഗ ആശുപത്രിയിൽ കിടക്കുന്നത് പോലെയായിരുന്നു ദിലീപ് കഴിഞ്ഞ 9 വർഷം നമുക്കിടയിൽ കഴിഞ്ഞിരുന്നു കേട്ടോ. ഒരു ഭ്രാന്തനെ പോലെ തന്നെയായിരുന്നു ദിലീപ് കഴിഞ്ഞിരുന്നത്. അതാണ് ഈ കഥയിലെ ദിലീപിന് യഥാർത്ഥത്തിൽ പേരില്ല കേട്ടോ. ഈ സിനിമയിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലാണ്, ഒരു പേര് പോലും ഇല്ലാത്ത ദിലീപ് തന്റെ എല്ലാ മുൻകാല ഉടയാടകളും അഴിച്ചെറിഞ്ഞിട്ട് പുതിയൊരു വരവിനാണ് ദിലീപ് വരുന്നത്. പിന്നെ ഇതല്ലാതെ ഒരുപാട് ഡയലോഗുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ദിലീപ് ഓരോ കാര്യത്തിനും ഇതില് കൃത്യമായി കണക്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൃത്യമായ മറ്റു ചില കാര്യങ്ങളിലേക്ക് വരാം. ഈ സിനിമ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്രയും പരസ്യമായി എന്താ പറയാ തേച്ചൊട്ടിക്കുന്ന, വലിച്ചു കീറി തേച്ചൊട്ടിക്കുന്ന ഒരു സിനിമ വേറെ വന്നിട്ടില്ല.